Happy birthday to you. Happy birthday to you. Happy birthday to you. Mr. Titi, you are the only chief guest of my birthday party. ഒരു ചീഫ് ഗസ്റ്റ് ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ചീറ്റി വന്നു കയറുന്നത്. താങ്ക് യു മൂദേവിയല്ല മാതങ്കി. പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്നി തന്നെ. സന്തോഷമായി. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ വെച്ച് ഐശ്വര്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേ കേക്ക് അറുത്ത് പങ്കിട്ടെടുക്കുന്നത്. ഇതുപോലെ തന്നെ മോളുടെ കല്യാണവും ഫസ്റ്റ് നൈറ്റും പ്രസവവും എല്ലാം ഈ ട്രെയിനിൽ വെച്ച് തന്നെ നടക്കണമേ എന്റെ കന്യാകുമാരി അമ്മച്ചി. നോക്ക് കരുനാക്കാണ് എനിക്ക് പറഞ്ഞാ ഫലിക്കും. ടീറ്റി അണ്ണന് കഴിക്കാൻ കിട്ടിയതിൽ സന്തോഷായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കാപ്പി? അയ്യോ വേണ്ട. എന്നാ ചായ? അയ്യോ വേണ്ട. കോളയെങ്കിലും? അയ്യോ വേണ്ടേ വേണ്ട. എന്നാ രണ്ട് പെഗ് സോഡ വേണ്ട. എടുത്തു വച്ചേക്ക് അച്ചാറുമായിട്ട് വരാം. ബോറൻ. ദേ എല്ലാരോടായിട്ട് ഞാൻ പറയാം, അയാളെങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു വന്നാ അയാളെ ഞാൻ കൊല്ലും. May I come in? Yes. Excuse me, ഞാൻ തൊട്ടടുത്ത കൂപ്പയിലാണേ. ഈ മൽഗോവ മാമ്പഴം കഴിക്കുന്ന ശീലം ചെറുപ്പം തൊട്ടേ എനിക്കുള്ളതാണ്. മുറിക്കാനാ കത്തിയുണ്ടോ കടം തരാൻ? മാമ്പഴം സൂക്ഷിച്ച് മുറിക്കണേ, ഇല്ലെങ്കിൽ മുറിയും. ബ്ലീഡിങ് വന്നാ പിന്നെ അയ്യോ അത് നാച്ചിയുടെ മോഹനല്ലേ? ഞാൻ ഇവരോട് ചീട്ട് കളിക്കാന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ചോദിച്ചത്. അങ്ങനെ തന്നെ ചോദിച്ചത്. നിന്റെ അച്ഛനല്ലേ പറയുന്നത്? സാർ പ്ലീസ് എന്റെ മകനോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഏക മകനാ. എന്ത് ചെയ്യാം, ഇവൻ ഒരു മാനസിക രോഗിയാ. ദേഷ്യം വന്ന മാമ ഒന്നും പറയണ്ട. എന്നെ പോലെ മാന്യന്മാർ യാത്ര ചെയ്യണ ട്രെയിനിലല്ല, ഇതുപോലുള്ള മുഴുത്ത പ്രാന്തമാരെ കൊണ്ടുപോകാം. വല്ല ആംബുലൻസിലും കൊണ്ടുപോകണം. മയക്കൂരൊന്നും കുത്തിവെച്ച്. സാർ പ്ലീസ് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഈ കോണം ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടോണ്ട് നടക്കണം പറഞ്ഞോണ്ട് നമ്മൾ മാന്യന്മാരല്ലവാ. നമ്മൾ വെറും തറയാണ് കൂതറ. നോക്കണണ്ടില്ലേ? അല്ല മാഷ് വിടുന്നത്. സാറ് ചെല്ലേ, ഇത് ഞാൻ നോക്കണം. വേണ്ടത് ഞാൻ ഫയൽ എടുക്കാൻ വന്നേണെന്ന് എന്നെ ശരിക്കും അറിഞ്ഞൂടാ. നിന്ന് അടി വാങ്ങിക്കണമെന്നാണ് ഞാൻ. ഹലോ, ഐ എം ഡോക്ടർ അജയ് ഘോഷ്. ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചത്? മോൾക്ക് വല്ല പ്രശ്നമുണ്ടോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഗെറ്റ് ഔട്ട്. സാറിന് നാണയില്ലേ? കൂപ്പ മുഴുവൻ ചീട്ടും കൊണ്ട് തെണ്ടാൻ. എടാ തെണ്ടി, സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടിയവനാണ് ഞാൻ. അത് ചെസ് കളിക്കല്ലേ? ചെസ് കളി ഞാനങ്ങ് നിർത്തി, പകരം ചീട്ട് കളിയാക്കി. രണ്ടും ബുദ്ധി കൊണ്ടുള്ള കളിയാ. അപ്പൊ അതെ ഇങ്ങനെ ഇരിക്കും. ചാട്ടിക്കുന്നത് കളിക്കാൻ കൂട്ടായല്ലോ. ഞാൻ ഇപ്പൊ വരാം. ശ്രേയ മറിയ, ഏജ് 22. സാറേ, ഈ കൂപ്പയിൽ ആ ചീട്ട് കശക്കണ്ട. അത് തുറുപ്പുകുലാന. അവള് തുറുപ്പുകുലാനാണെങ്കിലേ ഞാൻ മുച്ചീട്ട് രാജ കേട്ടോ. എന്തോ ആവട്ടെ, നമുക്ക് ഒരു റൗണ്ട് കളിക്കാം. തന്നെത്താനങ്ങ് കളിച്ചാ മതി. എടാ കമ്പിളി ഒന്നിറങ്ങി വാടാ. ഈ സാറിനെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഒന്നിനു പോകാൻ സമ്മതിക്കല്ലേ? ഒന്നിനായിരുന്ന കഥ കടച്ചിട്ടതില്ലേ? ഞാൻ കരുതി കുളിക്കായിരിക്കും. എന്തോ ഒരു ശബ്ദം. ശല്യം ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. ഒരു ഉദവി ചെയ്യലാമാ. ബോട്ടിലാണെങ്കിൽ കാട്ട്പാടി എത്തണം. ബോട്ടിലല്ല, ഒരു ഫോൺ നമ്പർ വേണം. എഴുതിക്കോ. 9846168118 എന്റെ മൊബൈൽ നമ്പരാ. തന്റെ അല്ല, അവിടെ ഒരു നീലക്കിളി പാർന്ന് കണ്ടോ? അതിന്റെയാ. എന്റെ കന്യാകുമാരി അമ്മച്ചി, പക്ഷികൾക്കും മൊബൈൽ ഫോണാ. എന്നാ ഒന്ന് കാട്ട്. ഇത് നമ്മുടെ കിളി. നമ്പരൊക്കെ ഞാൻ സംഘടിപ്പിക്കാം, പക്ഷെ എന്റെ കൂടെ ഇരുന്ന് വെളുക്ക ചീട്ട് കളിക്കാൻ പറ്റോ? ഉറപ്പ്. താങ്ക് യു. എന്നാ സാറിന്റെ നമ്പർ പറ. 94470. നിർത്തി പറയൂ, എന്നാലല്ലേ എഴുതി തെറ്റിക്കാൻ പറ്റൂ. 94470 ഓക്കെ. ടീച്ചറെ,
ഈ രാത്രി അവൾക്ക് ഉറക്കം വരാതിരിക്കാൻ ഞാനൊരു കവിത ചൊല്ലിത്തരട്ടെ? അതും പാടിക്കൊണ്ട് അവൾ അവിടെ ഇരിക്കട്ടെ. യാ അല്ലാ, ഇനിയെങ്കിലും എന്നെ ശിക്ഷിക്കൂ. നിന്നിലുമധികം ഞാൻ അവനെ സ്നേഹിച്ചു പോയി. എനക്കൊരു ഉദവി ചെയ്യലാമാ? എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞു. എന്താ വേണ്ട? വീട്ടിലെ ഭാര്യയ്ക്ക് എലിപ്പനിയും ചിക്കൻ കുനിയും ഒരുമിച്ച് കയറി വന്നു. വെരി റയർ കേസ് ഇൻ മെഡിക്കൽ സയൻസ്. അങ്ങനെയാണ് നാട്ടിലെ എല്ലാ ലാട വൈദ്യന്മാരും പറഞ്ഞത്. ഒരു കോള് വിളിക്കാഞ്ഞിട്ട് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. താങ്ക് യു. ഒരു പെണ്ണിന്റെ മനസ്സ് കുട്ടിക്ക് മനസ്സിലാവും. അതിന് ഭാര്യയായിട്ട് സംസാരിച്ചില്ലല്ലോ. ഞാനത് ഇപ്പോഴാ ഓർത്തത്. അവള് ജന്മനാ നാക്കെടുക്കാത്ത ഊമയാണ്. മിണ്ടൂല. മിണ്ടിയാ തീർന്ന്. തങ്കച്ചി പാലക്കാട്ടേക്കല്ലേ? അതെ. എന്നാ കോയമ്പത്തൂർ ഇറങ്ങാം. കോയമ്പത്തൂര് ട്രാക്ക് മെയിന്റനൻസ് നടക്കുകയാണ്. ഈ ട്രെയിൻ 2.5 മണിക്കൂർ അവിടെ പിടിച്ചിടും. ട്രെയിൻ പഞ്ചറായ വിവരം അകത്താരോടും പറയണ്ട. എനിക്ക് ആ സമയം കൊണ്ട് 2 റൗണ്ട് ചീട്ട് കളിക്കാം. കൂടുന്നോ? എങ്ങനെ ഒപ്പിച്ചു ഈ നമ്പർ? അപ്പം തിന്നാൽ പോരെ. അടുപ്പ് ഏതെന്നറിയണോ? മൈ ബായ്. തന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ പിന്നെ ചീട്ട് കളിക്കാം. അതൊക്കെ പിന്നെ ആവാം. ഗുഡ് നൈറ്റ്. വരണം, വന്നേ പറ്റൂ. എനിക്ക് കാണണം. എന്ത് പറ്റടേ ചക്കരെ? പറയടാ, എന്താ? ഹലോ. വെളുപ്പിന് 4 മണിക്ക് കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തിയ സൗപർണിക എക്സ്പ്രസിന് പിന്നീട് 6:30 മണിക്കാണ് സിഗ്നൽ കിട്ടിയത്. ഓ സർ, ട്രാക്ക് മെയിന്റനൻസ്. ആരാണ് സംഭവം ആദ്യം കണ്ടത്? സി കൂപ്പയിലെ ലേഡി ഡോക്ടറാണ് സർ. അടുക്കരുത്. എന്താ 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 എന്താ? സാർ 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 പറഞ്ഞു സാർ. സാർ സാർ എഴുന്നേക്ക്. സാർ സാറിന്റെ മോനൊരു പെൺകുട്ടിയെ കുത്തി കൊല വിളിച്ചു. Pull the train, man. Stop the train.